പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി മണി ചോദ്യം ചെയ്യലിന് ഹാജരാകും. അഭിഭാഷകൻ മുഖേന ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് മണി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു. 30-ന് ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകൻ അടക്കം 3 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ തനിക്ക് സ്വർണ്ണ കവർച്ചയുമായി ബന്ധമില്ലെന്ന് മണി പറഞ്ഞിരുന്നു. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ മണിയുടെ നേതൃത്വത്തിൽ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിണ്ടിഗലിലെ സുബ്രഹ്മണ്യം എന്ന മണിയിലേക്ക് SIT എത്തിയത്. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി മണി ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അഭിഭാഷകൻ മുഖേനയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. 30-ന് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകൻ അടക്കം 3 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ വിലയിരുത്തൽ. ഇന്നലെ തനിക്ക് സ്വർണ്ണ കവർച്ചയുമായി ബന്ധമില്ലെന്ന് മണി പറയുകയുണ്ടായിരുന്നു. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ മണിയുടെ നേതൃത്വത്തിൽ കടത്തിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിണ്ടിഗലിലെ സുബ്രഹ്മണ്യം എന്ന മണിയിലേക്ക് SIT എത്തിയത്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും നൽകും.